ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ അമേരിക്ക ഒരുമിച്ച് ഇറാന് മേൽ നടത്തിയ ആക്രമണം, അതിനെ തുടർന്ന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണം, അങ്ങനെ പല വിഷയങ്ങളും നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. ഇതിനകത്ത് ആക്യുറേറ്റ് ആയിട്ട് എവിടെയൊക്കെയാണ് അറ്റാക്ക് നടത്തിയത് പ്രാഥമികമായിട്ട്, അതാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഇന്ത്യൻ സമയം ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് ആക്രമണം തുടങ്ങുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇറാൻ്റെ ഉള്ളിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് ടാർഗറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാപ്പിൽ ഞാൻ കാണിക്കുന്ന ഇത്രയും സ്ഥലങ്ങൾ. ബുഷറേർ എന്ന് പറഞ്ഞ ഇറാൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് പ്രവർത്തിക്കുന്ന ആ ഏരിയ, അത് ശരിക്കും സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൻ്റെ അടുത്ത് തന്നെയുള്ള ഏരിയയാണ്. അവിടെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇഷ്ഫഹാൻ, കോം, പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ഖൊറാമാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അതിന് തൊട്ട് മുകളിൽ കെർമൻഷാ എന്ന് പറഞ്ഞ സ്ഥലം, പിന്നെ ടെഹ്റാൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ്, ടെഹ്റാൻ്റെ ഉള്ളിൽ പ്രസിഡൻഷ്യൽ പാലസ്, അതേപോലെ തന്നെ അവരുടെ മിലിറ്ററി അക്കോമഡേഷൻ ഏരിയ, അത് കഴിഞ്ഞാൽ ഖറജ് എന്ന് പറഞ്ഞ ഒരു ഏരിയ. ഇത്രയും ഏരിയയിലാണ് ഫസ്റ്റ് വേവ് അറ്റാക്ക് നടത്തിയത് ഇസ്രായേലാണ് ഈ അറ്റാക്ക് നടത്തിയത്. അതിനെ തുടർന്ന് അമേരിക്കയും ഇതിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രാഥമികമായിട്ട് ഇസ്രായേലാണ് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇസ്രായേലിനോടൊപ്പം അമേരിക്കയും കൂടി ചേർന്നാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള ഒരു ക്ലെയിം അമേരിക്കയുടെ പക്കൽ നിന്നും ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ജോയിന്റ് ആക്രമണമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് നെതന്യാഹു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, കുർദുകൾ, അസൂർ, അതുപോലെ ഇറാനിയൻ പോപ്പുലേഷൻ, ഇത്രയും കാലം ഈ 40-45 വർഷമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരതയിൽ നിന്നും നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ അറ്റാക്ക് ഞങ്ങൾ നടത്തുന്നത്. റെജീം ചേഞ്ച് മസ്റ്റായിട്ട് വന്നിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. ഇനി ഈ അറ്റാക്ക്, ഫസ്റ്റ് വേവ് ഓഫ് അറ്റാക്ക് നടത്തിയ ഉടനെ തന്നെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ അമേരിക്ക ആയിക്കോട്ടെ, അതുപോലെ ഇസ്രായേൽ ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഇസ്രായേലിനൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു റിറ്റാലിയേഷൻ ഉണ്ടാകും എന്നുള്ളത്. പക്ഷേ അത് ഇത്രയും പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇറാൻ റെസ്പോണ്ട് ചെയ്തത് മൾട്ടിപ്പിൾ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ ഉള്ളിൽ നിന്നും തൊടുത്തുവിട്ടത് ഇസ്രായേലിലേക്ക്. അത് ഇസ്രായേലിലേക്ക് മാത്രമല്ല, പലതവണ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിലേക്ക് മാത്രമാണ് അറ്റാക്ക് നടത്തുന്നത്. പക്ഷേ ഇത്തവണ ആക്രമണം നടത്തിയത് സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, UAE ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരിക്കും ഇസ്രായേലും അമേരിക്കയാണ് നിങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ വാർഷിപ്പ് ആ കടൽ തീരത്ത്, എവിടെ, ഗൾഫ് ഓഫ് ഒമാൻ്റെ അവിടെ തന്നെ കിടപ്പുണ്ട്. എന്തേ അവിടേക്ക് ഒരു മിസൈൽ നിങ്ങൾക്ക് വിടാൻ പറ്റിയില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ തന്നെ ഡിസ്പ്ലേ ചെയ്തിരുന്ന മാപ്പിൽ ഇറാനെ ചുറ്റി പല സ്ഥലങ്ങളിലുള്ള ബേസുകളിലും 442ഓളം ഫൈറ്റർ ജെറ്റുകളുണ്ട്, പല സംവിധാനങ്ങളുണ്ട്. അവിടെയൊന്നും ടാർഗറ്റ് ചെയ്യാതെ നേരെ ചൊവ്വേ ഒരു മിലിറ്ററി പോലും ഇല്ലാത്ത രാജ്യങ്ങളുടെ മേളിൽ നിങ്ങൾ നടത്തുന്ന ആക്രമണം എന്തിനു വേണ്ടിയിട്ടാണ്? ഇറാൻ. അപ്പം ഇവിടെ ഈ ഷിയ സുന്നി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണോ നിങ്ങൾ യുദ്ധം നടത്തുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന ഇസ്രായേലിനെയും അമേരിക്കയും അടിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. പിന്നെ നമ്മൾ ഉടനീളം നമ്മളുടെ ചാനലിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം A to Z ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പല വീഡിയോകളും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പം ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതായത് ഇറാൻ എന്തോ ആണവ കരാറിൽ ഒപ്പുവെക്കാൻ സമ്മതം അറിയിച്ചതായിട്ടും ഒമാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അതിനു വേണ്ടിയിട്ട് പ്രഖ്യാപനം നടത്തിയതായിട്ടും, അപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ ഇസ്രായേൽ ഉടനെ തന്നെ പോയി ചാടിക്കട്ടി ആക്രമണം നടത്തി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇറാൻ എന്തോ പുണ്യപ്രവൃത്തി ചെയ്തിട്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് ട്രൂ. ഇറാനാണ് കംപ്ലീറ്റ് പ്രോക്സികളെയും ബാക്കപ്പ് ചെയ്യുന്നത്. ഈ പ്രോക്സികളെ ബാക്കപ്പ് ചെയ്യുന്നത് സുന്നി രാജ്യങ്ങൾക്കുള്ളിൽ തന്നെയുള്ള സുന്നി മുസ്ലിംസിന് വരെ ഇവർ ഏതെങ്കിലും ഒരു അഭിപ്രായത്തിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കും ഒരു രാജ്യത്തിൽ, ഇപ്പം നമ്മളെ വീട്ടിനുള്ളിൽ സഹോദരങ്ങൾ തമ്മിൽ അടിയായിരിക്കും. അപ്പോൾ അതിൽ ഒരു സഹോദരനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവന് കുറച്ച് പൈസ കൊടുത്ത് ആ വീട്ടിനെതിരെ തന്നെ കലാപം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രോക്സികളെ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഏത്? ഹമാസ് ഒരു സുന്നി സംഘടനയാണ്. ആ സുന്നി സംഘടന എങ്ങനെ പ്രോക്സി ആയിട്ട് മാറി? അതായത് ഹമാസ് തീവ്രവാദ പ്രവർത്തനമാണ് ചെയ്യുന്നത്, ഹമാസ് ചെയ്യുന്ന പ്രവൃത്തി വേണ്ട, ഹമാസ് ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും അവർ പിന്മാറണം എന്നുള്ള നിലപാടെടുത്തിരുന്ന മറ്റുള്ള സുന്നി സംഘടനകളുമായിട്ട് ഹമാസിന് വിയോജിപ്പുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഇറാൻ വന്നിട്ട് ഹമാസിനെ ചാക്കിട്ടെടുത്ത് അവർക്ക് ഫണ്ട് കൊടുത്ത് അവരെ പ്രോക്സിയാക്കി മാറ്റി, ഇറാന്റെ പ്രോക്സിയാക്കി മാറ്റി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിൽ എവിടെ വേണമെങ്കിലും കടന്നു കയറി അവരുടെ പ്രോക്സി ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിനെ അസ്ഥിരപ്പെടുത്താനും ആ രാജ്യത്തിന്റെ ഉള്ളിൽ കലാപം സൃഷ്ടിക്കാനും, ലെബനൻ പോലത്തെ ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ കൾച്ചർ എത്രത്തോളം ഡൈവേഴ്സിഫൈഡ് ആയിരുന്നു. അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു, അവിടെ അതേപോലെ മുസ്ലിംസ് ഉണ്ടായിരുന്നു, അവിടെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഹിസ്ബുള്ള കയറി ആ രാജ്യത്തിനെ തന്നെ തീവ്രവാദ രാജ്യമായിട്ട് മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് ആ രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇറാന്റെ കാരണം കൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഇറാന്റെ IRGC ഭരണകൂടം, ഈ മതഭരണകൂടത്തിനെ അവിടെ നിന്ന് താഴെ ഇറക്കണം എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും പണ്ട് മുതലേ തീരുമാനിച്ചിരുന്ന വിഷയം തന്നെയാണ്. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല. അതായത് ഇറാൻ ഈ റീജിയണൽ ത്രെട്ട് ഉണ്ടാക്കരുത്, നിങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല
എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അതിനെതിരെ ചെയ്യുമെന്നുള്ള രീതിയിൽ മത്സരിച്ചുകൊണ്ട് നിന്നതുകൊണ്ടാണ് ഈ യുദ്ധം ഇപ്പോൾ നടക്കുന്നത്. എനിവേ, ഇതൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലങ്ങളാണ്. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉടനീളം നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പം ഇത്തവണ തൊട്ടടുത്ത് കിടക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഇറാൻ മിസൈൽ വിട്ടപ്പോഴത്തേക്കും UAE അബുദാബിയിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ മിസൈൽ ആക്രമണം കൊണ്ട്. അതുപോലെ UAE അൽ ദർഫ എന്ന് പറഞ്ഞ ആ എയർബേസിലേക്കാണ് ഇറാൻ ടാർഗറ്റ് ചെയ്തത്. അതേപോലെ മനാമയിൽ മിസൈൽ വീണിട്ടുണ്ട്. അതുപോലെ സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇറാന്റെ മിസൈൽ പതിച്ചിട്ടുണ്ട്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഉടനെ തന്നെ ഇസ്രായേൽ സെക്കൻഡ് വേവ് അറ്റാക്ക് നടത്തി. ഈ സെക്കൻഡ് വേവ് അറ്റാക്കിൽ ഇറാനും ഇന്ത്യയും ചേർന്ന് പ്രവർത്തിക്കുന്ന ചാബഹാർ പോർട്ട് അവിടെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന കൊനാരക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ബന്ദർ അബ്ബാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അസലുയെ എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇതെല്ലാം തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാം തന്നെ സെക്കൻഡ് വേവ് ഓഫ് അറ്റാക്ക് നടത്തി ഇസ്രായേൽ. ഇനി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഈ ഇറാന്റെ ജസ്റ്റ് ഓപ്പോസിറ്റിൽ കിടക്കുന്ന ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കൊക്കെ ഭീഷണിയുണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ ഇവിടെ ഈ റെജിം ചേഞ്ച് ഇസ്രായേൽ നടത്തിയിട്ടേ ഇത്തവണ പിന്മാറും. അത് ഏത് തരത്തിലുള്ള മിഡിൽ ഈസ്റ്റ് സമ്മർദ്ദം വന്നാലും അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഏർപ്പാടില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശക്തമായ തീരുമാനം. ഇത് നമ്മൾ വാർത്ത പറയുമ്പോഴത്തേക്കും ഞാനത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വാർത്ത പറയുന്നു വിചാരിക്കേണ്ട, ഇത് റിയാലിറ്റിയാണ്. ഈ കാണുന്ന മാപ്പ് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ഏറ്റവും കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ച് ആക്രമണം നടത്തിയതാണ്. ആ മൊമെന്റിൽ തന്നെ ഇസ്രായേൽ ഇത്തവണ വളരെ എഫക്റ്റീവായിട്ട് മിസൈലുകളെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു മിസൈൽ ഇസ്രായേലിന്റെ ഉള്ളിൽ പതിച്ചിട്ടുണ്ട്. ആ ഒരു ഫുട്ടേജാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള മിസൈലുകളെല്ലാം തന്നെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഫ ഏരിയ സെക്യൂർ ആക്കിയിട്ടുണ്ട്. അതുപോലെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഡിമോന എന്ന് പറഞ്ഞ ഏരിയയിൽ ഷിമോൻ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ, ആ സെന്റർ ഹൈ അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഹൈ സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. കാരണം ആ ഏരിയ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ ഹൈ അലേർട്ടാണ്. അവിടത്തേക്കുള്ള എയർ റൂട്ടുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. എൻറ്റയർലി മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എയർ ട്രാൻസ്പോർട്ടേഷൻ നടക്കത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ മിഡിൽ ഈസ്റ്റ് മേഖലകളിൽ UAE ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ബഹ്റൈൻ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ എനർജി സോഴ്സുകളുടെ അടുത്ത് താമസം സൗകര്യമുള്ള ആൾക്കാർ, അതുപോലെ ന്യൂക്ലിയർ പവർ പ്രോജക്റ്റുകൾ നടക്കുന്ന സ്ഥലങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അതുപോലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അതേപോലെ അമേരിക്കൻ ബേസുകളുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ, ഈ ഏരിയകളാണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ഏരിയകളായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ അക്കോമഡേഷൻ മാറി താമസിക്കുന്നത് നന്നായിരിക്കും. പിന്നെ UAE ഹൈ അലേർട്ട് ഉണ്ട്, പുറത്തിറങ്ങാതിരിക്കാനുള്ള അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ജനലുകളുടെ അടുത്ത് നിൽക്കാതിരിക്കാനുള്ള അലേർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഏഷ്യൻ വംശജനായ ഒരു വ്യക്തിയാണ് ഇത്തവണത്തെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിനെ തുടർന്ന് ഹൈ അലേർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് തീരുമാനിച്ച് ഇറാനെ ശക്തമായിട്ട് ഇത്തവണ ഒതുക്കുമോ, അല്ലെങ്കിൽ അമേരിക്കയുടെ കാല് പിടിച്ച് യുദ്ധം അവസാനിപ്പിച്ച് വീണ്ടും ഇറാനെ ഇതേപോലെയുള്ള അതിക്രമങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ട വിഷയങ്ങളാണ്. തെഹ്റാന്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഹെഡ് ഓഫീസിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഹെഡ് ഓഫ് പേഴ്സൺ ഹമീദ് ഹാത്തമി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇസ്രായേലിന്റെ സൈഡിൽ നിന്നാണ് ഈ കൺഫർമേഷൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇറാന്റെ സൈഡിൽ നിന്നിട്ട് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. അതേപോലെ പ്രസിഡൻഷ്യൽ പാലസ് അറ്റാക്ക് ചെയ്ത സമയത്ത് മസൂദ് പെസസ്ക്യാനിന് ഒന്നും സംഭവിച്ചിട്ടില്ല, സ്റ്റിൽ ഹീസ് അലൈവ്. അതേപോലെ തന്നെ ആയത്തുൽ അലി ഖമനേയ്ക്കും ഒരു പ്രശ്നവും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ള പ്രസ്താവനകൾ ഇറാന്റെ പക്കൽ നിന്ന് വരുന്നുണ്ട്. ഇറാൻ ആണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ഇന്റർനെറ്റ് എല്ലാം തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് പുറം ലോകം അറിയരുത് എന്നുള്ള നിലയിലാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെയുള്ള നെറ്റ്വർക്കുകൾ, ഒരു 30% നെറ്റ്വർക്ക് ഇസ്രായേൽ ഓൾറെഡി തന്നെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 30% സ്ഥലങ്ങളിൽ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ നെറ്റ്വർക്ക് ഇറാനിന് ഇപ്പം ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പം ആ ഏരിയയിൽ ഇസ്രായേലാണ് ഇപ്പോൾ ആ നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇറാന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെ പുറത്തറിയാൻ പറ്റാത്ത സാഹചര്യമായിട്ട് മാറിത്തീരുമായിരുന്നു. ഇനി തേർഡ് റൗണ്ട് ഓഫ് അറ്റാക്ക്, എല്ലാവരും ഇപ്പം മിഡിൽ ഈസ്റ്റിൽ UAE നടന്ന അറ്റാക്ക്, അതേപോലെ തന്നെ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ഇതൊക്കെ തന്നെയാണ് വലിയ രീതിയിൽ പെരുപ്പിച്ച് വാർത്ത ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ തേർഡ് റൗണ്ട് അറ്റാക്ക് ഇപ്പം ഞാൻ ഈ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈസ്റ്റേൺ തെഹ്റാനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇപ്പം ഇസ്രായേൽ ഇറാന്റെ മേലിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഇസ്രായേലും അമേരിക്കയും ചേർന്നാണ് അറ്റാക്ക് നടത്തുന്നത്. ഞാൻ രാവിലത്തെ 6 മണിക്ക് പബ്ലിഷ് ചെയ്തിരുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ഈ മാപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ മാപ്പിൽ കാണിക്കുന്ന സ്ഥലങ്ങളാണ് കീ ഏരിയാസ്. ഈ ഏരിയയെ ടാർഗറ്റ് ചെയ്തായിരിക്കും അമേരിക്കയും ഇസ്രായേലും അറ്റാക്ക് നടത്തുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ 442 ഫൈറ്റർ ജെറ്റുകളുണ്ട്. അപ്പോൾ ഇത് ഏതിലേക്കൂടെ പോയി, ഏത് സ്ഥലത്തുള്ള ഫൈറ്റർ ജെറ്റാണ് ഉപയോഗിച്ചത്, ഏത് റൂട്ട് മാപ്പ്, ഈ വിഷയങ്ങളെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വേണം. പലരും ലൈവ് ഇടാൻ ആവശ്യപ്പെടുന്നുണ്ട്. ലൈവ് ഇടുമ്പോഴത്തേക്കും ആക്യുറസി ഇല്ലാതെ പോകും. ഇമീഡിയറ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ നമുക്ക് വെരിഫൈ ചെയ്യാനും അത് സത്യസന്ധമാണോ എന്ന് വിലയിരുത്താനുള്ള ടൈം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലൈവ് ഇടാത്തത്. തീർച്ചയായിട്ടും തുടർച്ചയായി അപ്ഡേറ്റുകൾ തരും. പക്ഷേ അതേസമയം ആക്യുറേറ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ.
അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് സോ മച്ച്.